ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം എന്തേ രാവിലെ എണീറ്റ് രാവിലെ എന്ന് പറയാനൊന്നും പറ്റൂല. 2 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിന്നൊരു 1 ഡേ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് ഞാനും അമ്മൂമ്മയും മാത്രമാണ് പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ബസ്സിൽ കയറിയിട്ട് കാണാം കേട്ടോ. ഈ ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകുന്നത് കൊച്ചിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മൂമ്മയുടെ കരയോഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഞാനൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ. എന്നെ വിളിച്ചിട്ട് ഞാനൂടെ അങ്ങനെ അവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ആദ്യം ചെന്നത് അമ്പലപ്പുഴ അമ്പലത്തിലാണ് കേട്ടോ. ചെരുപ്പിട്ട് വന്നാൽ 3:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. 5 മണി 5:15 ആയപ്പോഴത്തേക്കും അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടിട്ട് അവിടെങ്ങും ആരും തന്നെ ഇല്ലായിരുന്നു. ആൾക്കാരില്ലെന്നല്ല, അവിടെ എവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. എങ്കിലും തിരക്ക് കുറവായിരുന്നു. നല്ല വൃത്തിക്ക് തൊഴുതെന്ന് തന്നെ പറയാം. അമ്പലപ്പുഴയിലെത്തി നമ്മൾ. എന്തൊക്കെ പറഞ്ഞാൽ രാവിലെ ഇതുപോലെ ഇങ്ങനത്തെ കിളികളുടെ സൗണ്ട്, അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണല്ലേ. നമുക്ക് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടുമല്ലേ. അതുപോലെ ആയിരുന്നു കേട്ടോ എനിക്ക് അമ്പലത്തിനകത്ത് കയറിയപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല വൃത്തിക്കൊക്കെ തൊഴുതിട്ട് നമ്മൾ നേരെ ബസ്സിൽ വന്ന് കയറി. നമ്മൾ പിന്നുള്ള ഡെസ്റ്റിനേഷൻ ചോറ്റാനിക്കര അമ്പലമാണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് ഇവരുടെ കൂടെ പോകാൻ കാരണം ഈ അമ്പലത്തിൽ ഇവർ പോകുന്നതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ടെമ്പിളാണെന്ന് തന്നെ പറയാം. നമ്മുടെ തൃപ്പൂണിത്തുറയുള്ള ചോറ്റാനിക്കര അമ്പലം. ഭയങ്കര ആള് ചോറ്റാനിക്കരയിൽ. എന്തായാലും തൊഴുതിട്ട് വേണം നമുക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായിട്ടുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് എങ്ങും എത്തിപ്പറ്റാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. അങ്ങനെ അവിടെ തൊഴുതില്ല കേട്ടോ. താഴെ കീഴ്ക്കാവിൽ മാത്രം തൊഴുതിട്ട് നേരെ വന്ന് ബസ്സിൽ കയറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഭയങ്കരമായിട്ട് വിഷമം വന്നു പോയി കേട്ടോ. ഞാൻ അവിടെ തൊഴുവാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ കൂടെ വന്നത്. അങ്ങനെ എന്തായാലും തൊഴുവാൻ പറ്റിയില്ല. അപ്പം അത്രയും തിരക്കായിരുന്നു. ഈ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും സാരമില്ല, ഇനിയിപ്പോൾ എപ്പോഴേലും വന്ന് തൊഴുവാന്ന് വെച്ചിട്ട് ബസ്സിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു ആൻറ്റി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഇഡലി, സാമ്പാർ, ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അതാണ് കേട്ടോ ഇരുന്ന് കഴിക്കുന്നത്. എനിക്കത് 4 ഇഡലിയാണ് ഇട്ട് തന്നത്. എനിക്ക് 4 വേണ്ട എന്നിട്ട് അടുത്തിരുന്ന ഒരു ആൻറ്റിക്ക് കൊടുത്തിട്ട് ഞാൻ 3 കേട്ടോ ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോറ്റാനിക്കരയിൽ തന്നെ ഇരുന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അവിടെ ഈ ബസ്സൊക്കെ ഇടുമല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ ബസ് നിർത്തിയിട്ട് അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. എങ്കിലും ഉള്ളിൽ വിഷമമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴായാലും നമുക്ക് ദൈവത്തിനെ വന്ന് കാണാം എന്നുള്ള ഇതിലാണ് കേട്ടോ ഇരുന്ന് കഴിക്കുന്നത്. നീ പിടിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ നിൽക്കുന്ന 3ാമത്തെ അമ്പലത്തിലാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പേര് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് വരുന്നതും. അങ്ങനെ ഇവിടെയും കുറച്ച് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും തൊഴുവാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹിൽ പാലസിലാണ് കേട്ടോ. അവിടെ പിന്നെ ചെന്നപ്പോഴേ മനസ്സിലായി ഫുള്ള് തിരക്കാണെന്ന്. ഈ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടേ എല്ലാവരും വരുമല്ലോ. അങ്ങനെ പാർക്കിംഗ് ഏരിയ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പ് കയറുന്ന കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് കഷ്ടപ്പെട്ട് വലിഞ്ഞു പിടിച്ചൊക്കെയാണ് കേട്ടോ ഈ സ്റ്റെപ്പ് കയറുന്നത്. സ്റ്റെപ്പ് കയറി അടപ്പ് വെക്കും, എങ്കിലും കയറിയല്ലേ പറ്റുമല്ലേ. എന്തേ നമുക്ക് റോഡ് വഴി കറങ്ങി വരാം.
ആ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർക്ക് റോഡുണ്ട്. എങ്ങനെയൊക്കെയോ സ്റ്റെപ്പ് കയറി കയറി ലാസ്റ്റ് എത്തി. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് വെക്കണേ. അറിയത്തില്ല. എവിടാ വെച്ചേ? പാലസിനുള്ളിൽ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പാസ് എടുക്കണമായിരുന്നു കേട്ടോ. എനിക്ക് ആ കാര്യം അറിയില്ലായിരുന്നു. അതിനുള്ളിൽ കയറി ചോദിച്ചപ്പോഴാണ് കേട്ടോ അവർ പറഞ്ഞത് പാസ് എടുക്കണമെന്ന്. പിന്നെ നമ്മൾ അതെടുക്കാനായിട്ട് തിരിച്ച് പുറവിൽ പോകണമായിരുന്നു. അതുകൊണ്ട് പിന്നെ പോകാൻ നിന്നില്ല. അങ്ങനെ കുറച്ച് നേരം 1 മണിക്കൂർ അതിനകത്ത് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈമാണ് പാലസിൽ വരുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി. ഇവിടെ മാനെ കളിപ്പിക്കാനായിട്ടുള്ള തന്ത്രപ്പാടിൽ നിൽക്കുകയാണ് കേട്ടോ. കുറേ മാനുണ്ടല്ലോ അതിൻ്റെ ബാക്കിലായിട്ട്, പോയിട്ടുള്ളവർക്കറിയായിരിക്കും. അങ്ങനെ പിന്നെ അത് കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. ഞാൻ ആദ്യത്തെ വട്ടം വന്നപ്പോൾ ഇത്രയും മാനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നോക്കിയപ്പം അവിടെ മൊത്തം ഈ മാൻ്റെ ഏരിയ ആയിട്ട് അങ്ങ് മാറിയിട്ടുണ്ട് ഫുള്ള്. കപ്പിളിന്റെ മുട്ടായി തിന്നുന്ന മാൻ. ഇനിയും വേണോ നിനക്ക്? വേണോ? കപ്പിളിന്റെ മുട്ടായിക്ക് വന്നേക്കുന്നു. കപ്പിളിന്റെ മുട്ടായിക്ക് വന്നേക്കുന്നു. കണ്ട എന്റെ പൊന്നോ എന്നാ വലുതാ നോക്കി. എല്ലാം സഹിക്കാം, ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ സഹിക്കാൻ വയ്യാത്ത. ഒടുക്കത്തെ ചൂടും ഒടുക്കത്തെ വെയിലും ആയിരുന്നു കേട്ടോ. കുടയൊക്കെ പിടിച്ചിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടും വെയിലും ഒക്കെ ആയിരുന്നു. പാലസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ബസ്സിൽ കയറിയിട്ട് ഫുഡ് കോർട്ടൊക്കെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ അതിലേറെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഫുഡ് കോർട്ടിൽ കയറിയപ്പോഴോ ഒരു കുതിര എടുക്കാനുള്ള ആൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. നല്ല കിടിലൻ ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ജ്യൂസ് സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിന് മുമ്പേ വന്നിട്ടില്ല. എന്തോ പർച്ചേസിങ്ങിന് പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണെന്ന് പറയാം. അപ്പോൾ ഈ റെഡ് കളർ റിങ് ഞാൻ അവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ. അതാണ് ഈ കാണിക്കുന്നത്. ബാർഗെയിൻ ചെയ്ത് മേടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർ റേറ്റ് കൂട്ടി പറയും. നമ്മൾ കുറച്ചൊക്കെ സാധനങ്ങൾ ബാർഗെയിൻ ചെയ്തൊക്കെ മേടിച്ചു അവരുടെ കയ്യിൽ നിന്ന്. എങ്കിലും പാവങ്ങളല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അവർ കുറച്ച് സാധനങ്ങളുടെയൊക്കെ അവർ ചോദിച്ച റേറ്റിന് നമ്മൾ കൊടുത്തിട്ടു. ഞാൻ ഈ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നും അല്ല കേട്ടോ, 1-2 സാധനങ്ങളുടെ. ഇപ്പം കയ്യിലിടുന്ന ചെയിനായാലും അങ്ങനത്തേക്കുള്ള ഐറ്റംസാണ് കേട്ടോ ഈ കുറച്ചെന്ന് പറഞ്ഞത്. അപ്പം ഓരോരുത്തർ ജീവിത മാർഗത്തിന് വേണ്ടി വന്നിരിക്കുന്നതല്ലേ. അങ്ങനെ എന്തായാലും അവരെയും നമ്മളെ ഹെൽപ്പ് ചെയ്യണമല്ലോ. നമ്മളെപ്പോലുള്ളവർ വരുമ്പോഴാണല്ലോ അവർക്കും കച്ചവടം സെയിലൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ അവർ ചോദിച്ച പൈസ കൊടുത്തത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ജ്യൂസ് സ്ട്രീറ്റിൽ മെയിനായിട്ടൊരു ചർച്ച് ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ ഈ മാതാവ്, യേശു അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുറേ ഇങ്ങനെ ലൈറ്റ്സ്, ആൾക്കാർ, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ എന്താ സംഭവം എന്താണെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തായാലും അവിടെ നിന്നൊക്കെ കുറച്ച് കറങ്ങി. പിന്നെ അതിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്തെ ഇത് ഫുള്ള് സ്ട്രീറ്റാണ് കേട്ടോ. നമുക്ക് ഈ പർച്ചേസിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഒരു കമ്മലിൻ്റെ എന്തോ റേറ്റ് ചോദിച്ചപ്പോൾ 1 lakh 2 lakh എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന റേറ്റൊക്കെ അവർ പറയും. ഫുള്ള് പർച്ചേസിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്.
അതിനുള്ളിലേക്ക് പോകാനായിട്ട് പോയപ്പോഴത്തേക്കും അകത്തേക്ക് പോയവർ ആ സ്പോട്ടിൽ തന്നെ തിരിച്ചിറങ്ങി വരുന്നത് കണ്ട് കേട്ടോ. എന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉള്ളിലേക്ക് കോഫി ഷോപ്പാണ് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്, എങ്കിൽ ഇതൊന്നും നമുക്ക് മേടിക്കാനും പറ്റൂല. കാര്യം അത്രയും റേറ്റാണ് കേട്ടോ, നമ്മുടെ കഴുത്ത് വെട്ടിക്കൊണ്ട് പോകുന്ന പോലുള്ള റേറ്റാണ് അവർ പറയുന്നത്. അങ്ങനെ എന്തായാലും അതെല്ലാം കണ്ട് തിരിച്ച് ബസ്സിലേക്ക് വന്ന് കയറി. തിരിച്ച് നമ്മൾ പോണ വഴിക്ക് ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവം ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വന്നു, ആലപ്പുഴ ബീച്ചിൽ. ഫോർട്ട് കൊച്ചി പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്ത കാരണം ആ പ്ലാനങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ ബൈ.